ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തന്ത്രപ്രധാനമായ ഒരു പുതിയ കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. ക്രിട്ടിക്കൽ മിനറൽസ് അഥവാ അപൂർവ ധാതുക്കളുടെ ഖനനവും സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ഫ്രെയിംവർക്ക് കരാറാണിത്. ന്യൂഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയിലാണ് ഈ ചരിത്രപരമായ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ കരാറിന്റെ വിശദാംശങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾ, വിൻഡ് ടർബൈനുകൾ, സെമി കണ്ടക്ടറുകൾ, അതുപോലെ അത്യാധുനിക പ്രതിരോധ ആയുധങ്ങൾ എന്നിവ നിർമ്മിക്കാൻ അത്യാവശ്യമായി വേണ്ട ലിഥിയം, നിക്കൽ, കൊബാൾട്ട്, സിങ്ക് തുടങ്ങിയ പ്രകൃതിദത്ത മൂലകങ്ങളെയാണ് നമ്മൾ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് വിളിക്കുന്നത്. ഭാവിയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ വികാസത്തിന് പോലും ഇവ കൂടിയേ തീരൂ എന്നതിനാൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ അപൂർവ ധാതുക്കൾക്ക് വലിയ ഡിമാൻഡാണ് നിലവിലുള്ളത്. ഇത്തരം ധാതുക്കളുമായി ബന്ധപ്പെട്ട ഒരു നിർണായക കരാറിലാണ് ഇപ്പോൾ ഇന്ത്യയും US-ഉം ഒപ്പുവച്ചിരിക്കുന്നത്. ഈ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്താനുള്ള പ്രധാന കാരണം നിലവിൽ ഈ അപൂർവ ധാതുക്കളുടെ വിപണിയിൽ ചൈനയ്ക്കുള്ള കുത്തക ആധിപത്യമാണ്. ലോകത്തെ ആകെ അപൂർവ ധാതുക്കളുടെ 60% ഖനനം ചെയ്യുന്നത് ചൈനയിലാണ് എന്ന് മാത്രമല്ല, ഇവ ശുദ്ധീകരിച്ച് ഉപയോഗയോഗ്യമാക്കുന്ന പ്രോസസ്സിംഗ് മേഖലയുടെ 90% നിയന്ത്രിക്കുന്നത് ചൈന തന്നെയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ സാങ്കേതിക നിർമ്മാണത്തിനായി നിലവിൽ ചൈനയെയാണ് വലിയ തോതിൽ ആശ്രയിക്കുന്നത്. എന്നാൽ ചൈനയുമായുള്ള വ്യാപാര യുദ്ധങ്ങളുടെയും ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിതരണ ശൃംഖലകൾ ചൈനയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കാനും സുരക്ഷിതമാക്കാനും അമേരിക്ക ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വിതരണ തടസ്സങ്ങൾ ഉണ്ടായാൽ അത് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാതിരിക്കാൻ ചൈനയ്ക്ക് ബദലായി വിശ്വസിക്കാവുന്ന ഒരു പങ്കാളിയെയാണ് അമേരിക്ക തിരഞ്ഞത്. അങ്ങനെയാണ് അവർ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് 30ഓളം ധാതുക്കളെയാണ് ഗവൺമെന്റ് ക്രിട്ടിക്കൽ മിനറൽസായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ തീരദേശ മേഖലകളിൽ ഇത്തരം അപൂർവ ധാതുക്കളുടെ വലിയൊരു ശേഖരമുണ്ട്. എന്നാൽ അത് കൃത്യമായി ഖനനം ചെയ്യാനും പ്രോസസ് ചെയ്യാനുമുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയും അടിസ്ഥാന സൗകര്യങ്ങളും നിലവിൽ ഇന്ത്യയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നിലവിൽ വെറും 4 നിർണായക ധാതുക്കൾ മാത്രമാണ് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ വലിയൊരു വെല്ലുവിളി മറികടക്കാനാണ് ഇന്ത്യ ഈ വർഷത്തെ ബജറ്റിൽ ഒഡീഷ, കേരളം, ആന്ധ്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി റെയർ എർത്ത് കോറിഡോറുകൾ പ്രഖ്യാപിച്ചത്. ഈ പദ്ധതിക്ക് US-ഉമായുള്ള പുതിയ കരാർ വലിയ കരുത്താകും. കരാറിലൂടെ ഖനനം, പ്രോസസ്സിംഗ്, റീസൈക്ലിംഗ് എന്നീ മേഖലകളിൽ വലിയ തോതിലുള്ള അമേരിക്കൻ നിക്ഷേപവും അത്യാധുനിക സാങ്കേതിക വിദ്യ കൈമാറ്റവും ഇന്ത്യക്ക് ലഭിക്കും. ഇതൊരു ഉഭയകക്ഷി കരാർ മാത്രമല്ല, ഇതിനൊപ്പം തന്നെ ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവരടങ്ങുന്ന ക്വാഡ് സഖ്യവും ക്രിട്ടിക്കൽ മിനറൽസുമായി ബന്ധപ്പെട്ട ഒരു ബഹുരാഷ്ട്ര സംയുക്ത പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 4 രാജ്യങ്ങളിലെയും ഗവൺമെന്റുകളും സ്വകാര്യ കമ്പനികളും ചേർന്ന് ഏകദേശം $20 ബില്യൺ, അതായത് 2 ലക്ഷം കോടിയിലധികം ഇന്ത്യൻ രൂപ ഈ മേഖലയിലേക്ക് സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ലോണുകൾ, സബ്സിഡികൾ, ദീർഘകാല വാങ്ങൽ കരാറുകൾ എന്നിവയിലൂടെ ഈ തുക ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഖനന സംസ്കരണ പ്രോജക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കുത്തക കാരണം ആഗോള വിപണിയിലോ വിതരണത്തിലോ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണികളെ ഒന്നിച്ചു ചേർക്കുകയാണ് ക്വാഡ് സഖ്യത്തിന്റെ ലക്ഷ്യം. ചുരുക്കത്തിൽ ഈ പുതിയ ഇന്ത്യ-US കരാർ വെറും ഒരു കച്ചവടമല്ല, മറിച്ച് വരാനിരിക്കുന്ന ക്ലീൻ എനർജി വിപ്ലവത്തിലും സാങ്കേതിക വിദ്യയിലും ചൈനയ്ക്ക് ബദലായി ഇന്ത്യയെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റാനുള്ള തന്ത്രപ്രധാനമായ ചുവടുവെപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്.